റഷ്യൻ സൈന്യത്തിൽ നിലവിൽ 27 ഇന്ത്യൻ പൗരന്മാർ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വന്നത്. ഇന്ത്യ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതിൽ US ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വരുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാളാണ് നിലവിൽ ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയത്. ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് നിലവിൽ 27 ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ഞങ്ങൾ അടുത്ത ബന്ധത്തിലാണ്. ഞങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള ഓഫറുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഞങ്ങൾ വീണ്ടും ശക്തമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അവരുടെ ജീവൻ അപകടമാണ്. 2 ആഴ്ച മുൻപ് ഇന്ത്യൻ പുരുഷന്മാരെ റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പ്രലോഭിപ്പിച്ച് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുൻനിരയിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതായി ഞങ്ങൾ കണ്ടുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം റിക്രൂട്ട്മെന്റിന്റെ അപകടങ്ങൾ സർക്കാർ ആവർത്തിച്ച് എടുത്തു കാണിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഈ വർഷം ആദ്യം 127 ഇന്ത്യക്കാർ റഷ്യൻ സായുധ സേനയിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചു. ഇതിൽ 98 പേർ ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള നിരന്തര ഇടപെടലിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. ഉന്നത തലങ്ങളിലെ ചർച്ചകൾ ഉൾപ്പെടെ ആ സമയത്ത് 13 ഇന്ത്യക്കാർ സർവീസിൽ തുടർന്നു. അവരിൽ 12 പേരെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ പൗരന്മാരെ ഇനി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് ഇന്ത്യയിലെ റഷ്യൻ എംബസി കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. 2024 ജൂലൈയിൽ മോസ്കോയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. ഉക്രൈനിൽ ഇതിനകം വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ മോചനം ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികാരികളുമായി അടുത്ത ഏകോപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഫോൺ സംഭാഷണത്തെക്കുറിച്ചുള്ള നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുടെ അവകാശവാദങ്ങൾ വസ്തുതാപരമായി തെറ്റും പൂർണ്ണമായും അടിസ്ഥാനരഹിതവുമാണെന്നും ഇന്ത്യ വെള്ളിയാഴ്ച തള്ളിക്കളയുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ US ഏർപ്പെടുത്തിയ തീരുവകളെ പിന്തുണച്ചുകൊണ്ട് CNN നൽകിയ അഭിമുഖത്തിൽ റൂട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം. റഷ്യയിൽ അവ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്നും ന്യൂഡൽഹി പുടിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തുന്നതിനാലാണ് ഉക്രൈനെതിരായ തന്റെ തന്ത്രം വിശദീകരിക്കാൻ നരേന്ദ്രമോദി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതെന്നും റൂട്ടെ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തി. അതിൽ പകുതിയും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിനുള്ള പിഴയാണ്. ആഴ്ചതോറുമുള്ള വാർത്താ സമ്മേളനത്തിനിടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഈ പ്രസ്താവന വസ്തുതാപരമായി തെറ്റും പൂർണ്ണമായും അടിസ്ഥാനരഹിതവുമാണ് എന്നാണ്. പ്രധാനമന്ത്രി മോദി ഒരു ഘട്ടത്തിലും പ്രസിഡന്റ് പുടിനുമായി നിർദ്ദേശിച്ച രീതിയിൽ സംസാരിച്ചിട്ടില്ല. അത്തരമൊരു സംഭാഷണം നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നാറ്റോ പോലുള്ള പ്രധാനപ്പെട്ടതും ആദരണീയവുമായ ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വം പൊതു പ്രസ്താവനകളിൽ കൂടുതൽ ഉത്തരവാദിത്വവും കൃത്യതയും പ്രകടിപ്പിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ തെറ്റായി പ്രതിനിധീകരിക്കുന്നതോ ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭാഷണങ്ങൾ സൂചിപ്പിക്കുന്നതോ ആയ അഭ്യൂഹപരമായ അല്ലെങ്കിൽ അശ്രദ്ധാപരമായ പരാമർശങ്ങൾ സ്വീകാര്യമല്ല. മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ഇന്ത്യൻ ഉപഭോക്താവിന് പ്രവചനാതീതവും താങ്ങാനാവാത്തതുമായ ഊർജ്ജ ചെലവ് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ തുടർന്നും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.